അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ചെങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു. മെമ്പർമാരായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മുരളി എടുത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്യാമള സുരേഷ്, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശാനൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് ഓഫീസർ വേണുഗോപാൽ, ക്ഷേത്ര മേൽശാന്തി ഷിബു, മാതൃസമിതി പ്രസിഡന്റ് ലീല ടീച്ചർ, ജോയിന്റ് സെക്രട്ടറി ബിബിൻ വേട്ടുംതറ തുടങ്ങിയവർ സംസാരിച്ചു. കലിയുഗത്തിൽ വരാനിരിക്കുന്ന സകലവിധ അനാരോഗ്യകരമായ പ്രവണതകളെയും തിന്മകളെയും നശിപ്പിച്ച് നന്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി അവതരിച്ച അവതാരമാണ് ഭഗവാൻ അയ്യപ്പസ്വാമി. ധർമ്മശാസ്താവിൻ്റെ ആ ഏറ്റവും മഹനീയമായ സാന്നിധ്യമുള്ള ശബരിമലയിൽ ഭഗവാനും ഭക്തനും ഒന്നാണെന്നുള്ള സന്ദേശം തത്വമസി എന്നുള്ള ആ വാക്കിലൂടെ നമ്മളെ പഠിപ്പിച്ച് പതിനായിരങ്ങൾ വ്രതശുദ്ധിയോടെ കരിമലയും നീലിമലയും ചവിട്ടി 18-ാം പടി കയറി, സത്യമായ പൊന്നു 18-ാം പടി കയറി, പുണ്യപാപ ചുമടുകളായ ഇടുമുടിക്കെട്ടുകൾ അഴിച്ച് താഴെ വച്ച് ഭഗവാന് അവരുടെ കയ്യിൽ കരുതിയിട്ടുള്ള വിശിഷ്ടങ്ങളായ പൂജാ സാധനങ്ങൾ കാണിപ്പൊന്നു മുതൽ നെയ്ത്തേങ്ങ വരെ സമർപ്പിച്ച ശേഷം അതെല്ലാം എടുത്ത് പൂജാരി ഏറ്റുവാങ്ങി ഭഗവാന്റെ ഇരു വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് കാണുമ്പോൾ സായുജ്യമടഞ്ഞു പോരുന്ന ലക്ഷോപലക്ഷം ഭക്തരുടെ വികാരങ്ങൾക്ക് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടൊന്നും ചേർന്ന് നിൽക്കാനും സമരസപ്പെടുവാനും ഒരു കാരണവശാലും തയ്യാറാവുന്നവരല്ല കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരി. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ലെവലിലേക്ക് ക്ഷേത്രത്തെ എത്തിച്ച് ധാരാളം ഭക്തജനങ്ങളെ ധാരാളം പേരിലേക്കും പ്രശസ്തിയിലേക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കാലാന്തരത്തിൽ വന്ന ശ്രുതി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുനരുദ്ധാരണം നടത്തി വലിയ പ്രശസ്തിയിലേക്കും ഒക്കെ എത്തിച്ച് ക്ഷേത്രത്തെ വലിയ ലെവലിലേക്ക് എത്തി നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു, ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ മാത്രം ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ സങ്കടങ്ങളോടെ ആയിരിക്കാം ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത അമ്പലത്തിലെ ദേവിയുടെ മുമ്പില് തങ്ങളുടെ സങ്കടങ്ങളെ ഇറക്കിവെക്കാൻ വയ്യ. ആ ദീർഘ മനസ്സുമായിട്ട് വരുമ്പോ ഈ ക്ഷേത്രവും പരിസരവും കൂടി ആകെ ജീർണാവസ്ഥയിലായാൽ അവരുടെ മനസ്സിന് എന്ത് സ്വസ്ഥത കിട്ടും? അതുകൊണ്ട് ഞങ്ങളിത് പല പ്രാവശ്യമായി പറയുന്നു, നമുക്ക് ക്ഷേത്രത്തിന്റെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. 144ഓളം പേരൊന്നും നിങ്ങളുണ്ടെന്നാണ്. അപ്പൊ അത്രയേറെ അമ്മമാര് സഹകരിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാല്ലേ, അത്രയേറെ ചൈതന്യവത്തായ ഒരു വേദിയായി മാറിക്കഴിഞ്ഞു നമ്മുടെ ക്ഷേത്രം. അതിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പഴയ ഭരണസമിതി നല്ല രീതിയിൽ തുടക്കം കുറിച്ച ഒരു കാര്യമാണ്. ഇന്ന് പുതിയ ഭരണസമിതി അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ അത്രയും വൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നു. തുടർന്ന് നോട്ടീസ് രസീത് ഉദ്ഘാടനവും നിർവഹിച്ചു. മാതൃസമിതിയിൽ നിന്ന് പ്രഥമ സംഭാവന സ്വീകരിക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡ് മെമ്പർമാരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഈ പുനരുദ്ധാരണം 3 ഘട്ടങ്ങളായിട്ടാണ് കാണുക. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ ഭൗതികമായ പോരായ്മകൾ തീർക്കുക. അത് നമുക്ക് മനസ്സിലാകും. പണിക്കാരെ കൊണ്ടുവന്നു, പണിയിപ്പിച്ചു, അങ്ങനെ ഭൗതികമായിട്ടത് പൂർണ്ണമായി തീർത്തു. ഇതുകൊണ്ട് മുഴുവനായില്ല. ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ചില ശുദ്ധിക്രിയകൾ വേണ്ടിവരും. അത് കഴിഞ്ഞാൽ പുനരുദ്ധാരണ പ്രതിഷ്ഠ അല്ലെങ്കിൽ പുനരുദ്ധാരണ അഭിഷേകം എന്ന് പറഞ്ഞ ചടങ്ങുകൾ. ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് പുനരുദ്ധാരണം വരിക. നമ്മളുടെ ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നാൽ, മനുഷ്യ ശരീരത്തിലൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർമാർ ആദ്യം ചെയ്യുന്നത് ശരീരത്തിലെ പോരായ്മകൾ തീർക്കലാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യും ദഹനം നേരെയാക്കാൻ വേണ്ടി കുത്തിവെച്ച് ഉറക്കാൻ പറയും. അങ്ങനെ ദഹനം നേരെയായി വന്നു കഴിഞ്ഞാൽ, ശരീരം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലുണ്ടായിരുന്ന പോരായ്മകളെല്ലാം അല്ലെങ്കിൽ മോശമായിട്ടുള്ള
വൃത്തികേടുകൾ മുഴുവൻ എടുത്ത് കളയലാണ്. അതാണ് ഭൗതികമായ മാറ്റങ്ങൾ, ശുദ്ധി ചെയ്യൽ. ഇത് കഴിഞ്ഞ് ആ എല്ലാം വൃത്തിയായി കഴിഞ്ഞാൽ ശരീരം ക്ഷീണിച്ച അവസ്ഥയിലാണ് ഇരിക്കുക. അതിനെ പിന്നെ പുഷ്ടിപ്പെടുത്താനുള്ള മരുന്നുകളാണ് കൊടുക്കുക. അങ്ങനെ പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞ് അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഒത്ത മനുഷ്യനായി. അതേ നടപടിക്രമം തന്നെയാണ് പുനരുദ്ധാരണത്തിലും വേണ്ടത്. ചെങ്ങൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെങ്ങലിൻ്റെ സ്വഭാവം കാണും. ചെങ്ങലുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും ഈ പുനരുദ്ധാരണത്തിൽ പങ്കെടുക്കണം. ഇത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ജന്മത്തിൽ അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും പങ്കെടുത്താൽ നമ്മളുടെ ജന്മത്തിൽ കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടത് മാറും. ഒരു രാജ്യത്തിന് വേണ്ടി. കാര്യം ശരിയാണ്, ഞാൻ അമ്പലത്തിൽ വന്നൊരു വഴിപാട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അമ്പലത്തിന് മാത്രമേ ചെയ്തുള്ളൂ എന്നൊരു തോന്നൽ വരും. ശരിക്കും അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ നാടിന് വേണ്ടിയിട്ട്, ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ആ സംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പുനരുദ്ധാരണമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ പുനരുദ്ധാരണമാണ്, നമ്മളുടെ പുനരുദ്ധാരണമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണമാണ്. അതിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ അത് ജന്മത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അത് പരമാവധി ഉപയോഗിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.